വെച്ചാൽ ഒരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. അത് ദൂരെ അങ്ങോട്ടുമല്ല, അടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണെങ്കിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അമ്മമ്മയും മാമന്മാരും മക്കളും. We are going to Alapara happy journey. Yes. ഇതാ ഒരു കാർ ഇതേ ഫ്രണ്ടിലുണ്ട്. ഞാനും അതിൽ ഒരു മാമനും മാമിയും ആൻറ്റിയും മക്കളും എല്ലാവരും ഉണ്ട്. മറ്റേ മാമനും മാമിയും മക്കളും മറ്റേ കാറിലാട്ടോ. അത് ആ കാറ് ബൈപ്പാസ് റൂട്ടിലായിരുന്നു, നമ്മൾ സാധാരണ റൂട്ടിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന് മാളിക്കാട് റൂട്ടിൽ പറഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ അടിയിൽ റോഡ് പണി നടക്കുന്നതിനോണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണ്? ഓളപ്പാറ ബോട്ട് റൈഡിന് പോകാൻ കേട്ടോ. ഇതാണ് കായൽ. ഇത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, തെക്കേപ്പുറം ബോട്ട് LLP എന്നാട്ടോ ഈ ഒരു ഇതിന് പറയുന്നത്. ഇതാണ് ഒരു ബോട്ട്. അവിടെ കുറേ 5-6 ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബോട്ട് പോയി 1 hour കായലിലൂടെ ചുറ്റിയിട്ട് തിരിച്ചെത്തുക ചെയ്യാം. 1 hour ടൈം എടുക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരുന്നു കേട്ടോ. വണ്ടി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കായലിൻ്റെ ഓപ്പോസിറ്റ് പാർക്കിംഗ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒളോപ്പാറ. ഈ സൈഡിലേക്ക് ഒന്ന് തിരിച്ച്. യെസ്, സൂപ്പർ. ഇതാണ് ഓളോപ്പാറ. ഈ പാറ ഉള്ളതുകൊണ്ടാണ് ഓളോപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിൽ. നമ്മളിനി ബോട്ട് റേസിംഗ് പോകാൻ പോവാണ്. ബോട്ട് റൈഡ്. ഇവിടെ ഇതുണ്ട് കേട്ടോ, വെള്ളം കുറേ വെള്ളം. ഈ എന്ത് ക്ലിയർ വെള്ളം നോക്കിയാൽ അടിപൊളി വെള്ളം. അവിടെ ഒരു ടീ സ്റ്റോൾ ഉണ്ട്, അവിടെയാണ് നമ്മൾ ബോട്ടിങ് വരുന്നത്. വണ്ടി ഇവിടെ പാർക്കിംഗ് ആട്ടോ. ഇവിടെ 2 ബാത്റൂം ഉണ്ട്. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് കേട്ടോ. ഈ പാറ ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഓളോപ്പാറ എന്ന് പറയുന്നതെന്നാണ് പപ്പ പറഞ്ഞത്. അതുകൊണ്ട് കറക്റ്റ് അറിയില്ല. നമ്മളൊരു നിഗമനം വെച്ച് നമുക്ക് ഓളോപ്പാറ ഉള്ളതുകൊണ്ടാണെന്നാണ് അത് അറിവ്. ഇനി ഈ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ തന്നെയാണോന്ന്. നമ്മൾ അവിടെ ഇരിക്കാൻ പോവാട്ടോ. അല്ലേ, പാറ ഉണ്ടില്ലേ? പാറ കണ്ടു നമ്മൾ മടങ്ങുകയാണ് ഗൈസ്. മടങ്ങല്ല, ബോട്ട് റൈഡ്. നമ്മൾ അവിടേക്ക് പോവാട്ടോ. നമ്മളവിടേക്ക് വന്നപ്പോഴത്തേക്കും മറ്റേ കാറിലുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. മാമന്മാരുണ്ട്, ആൻറ്റിയുണ്ട്, മക്കളുണ്ട്, അമ്മമ്മ ഉണ്ട്, അച്ഛനമ്മ, ഞാൻ. ഏട്ടൻ മാത്രമില്ല കേട്ടോ. ഏട്ടന് ഡ്യൂട്ടിയിലുകൊണ്ട് ലീവാക്കാൻ പറ്റിയില്ല. ഏട്ടൻ വർക്കിന് പോയി. അപ്പം നമ്മളെല്ലാവരും വന്നു കേട്ടോ. ഇതൊക്കെയാണ് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള ഏരിയ. ഇവിടെ കുറേ ഇവൻറ്റ്സ് നടത്തുന്നുണ്ട് കേട്ടോ. ഇവരെ സർവീസ് എന്ന് പറയുന്നത് ഹബീബി ക്രൂസ് സർവീസാണ് കേട്ടോ ഇവർ നടത്തുന്നത്. അവരുടെ സർവീസ് വന്നിട്ട് ഷിക്കാര ബോട്ട്, പെഡൽ ബോട്ട്, അതേപോലെ തന്നെ നമ്മൾ ബർത്ത്ഡേ ഇവൻറ്റ്സ്, കോർപ്പറേറ്റ് ഫങ്ഷൻസ്, ഫാമിലി ഇവൻറ്റ്സ്, കോളേജ് റീയൂണിയൻസ്, അതേപോലെ അങ്ങനെ പലതരത്തിലുള്ള ഇവൻറ്റ്സ് നമുക്കിവിടെ കണ്ടക്ട് ചെയ്യാവുന്ന കേട്ടോ. കഫറ്റേരിയ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഇവൻറ്റ്സ്, കോളേജ് റീയൂണിയൻസ്, അത് ഒക്കെ ഈ എന്താ പറയുക നമ്മളിപ്പോൾ ഇരുന്ന ആ ഒരു പ്ലേസിലും. അതുകൂടാതെ നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കായലിൻ്റെ നടുക്കിൽ വെച്ചിട്ടൊക്കെ നടത്തുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അതൊരു സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോൾ കിടുമായിരിക്കും. പിന്നെ നമുക്ക് കൂടാതെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സ്, പലവിധ ഫോട്ടോഷൂട്ട്സ് ഉണ്ടല്ലോ, അതെല്ലാം എടുക്കാൻ പറ്റിയൊരു കിഡിലൻ സ്പോട്ടാണ് വരുന്നത് ഹബീബി ക്രൂസ്. അവരുടെ ലൊക്കേഷൻ വന്നിട്ട് ചേളന്നൂരാണ് കേട്ടോ. ചേളന്നൂർ ഓളോപ്പാറ. അവരുടെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ട്, അത് ഞാൻ വീടിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇൻസ്റ്റാ ID എന്ന് പറയുന്നത് ഹബീബി ക്രൂസ് ഓളോപ്പാറ. പിന്നെ വെബ്സൈറ്റ് വരുന്നത് www.habibicruise.com എന്നാണ്. ഓളോപ്പാറ, ചേളന്നൂർ, കോഴിക്കോട്. അതിൻ്റെ ഒരു QR കോഡും ഫോൺ നമ്പറും എല്ലാം ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക സൈറ്റിലൊക്കെ. അതിൻ്റെ ബോട്ട് സർവീസും അതേപോലെ തന്നെ ഈ ഒരു പ്ലേസും എല്ലാം നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ കാണാവുന്നതാണ് കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോൾ തന്നെ ധൈര്യക്കുന്ന ഒരു ഡ്രൈവർ സീറ്റ് കാലിയിട്ട് എല്ലാവരും ചാടി കയറിയിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ബോട്ടിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബോട്ടിയൊക്കെ. അപ്പം അതൊക്കെ കഴിച്ച് നമ്മളിതായി ഇരുന്നു. അപ്പോൾ അച്ഛൻ ബോട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. കയറ് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കയറാൻ നേരം കിട്ടുമല്ലോ, അത് അയച്ച് നമ്മൾ ബോട്ട് എടുക്കാൻ പോവാണ്.
പിന്നെ ബോട്ടിൻ്റെ ഉള്ളിലത്തെ ഭാഗം വരുന്നത് അടിപൊളി ലൈറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് ഇതുമായിട്ടുണ്ടായിരുന്നു. നൈറ്റ് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക, സൺസെറ്റിൻ്റെ ടൈം. ഇന്ന് എന്താന്ന് പറഞ്ഞാൽ നല്ല മഴക്കാറുണ്ടായിരുന്നു, വൈകുന്നേരമൊക്കെ നല്ല ഇടി വെട്ടിയിരുന്നു. പോകണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് വരും. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ഇടി ഉണ്ടായിരുന്നു. ബോട്ട് കയറിയ ആ ഒരു ടൈമിൽ ഇടി മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആ ഒരു മഴക്കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ നല്ല ഇടി ഉണ്ടായിരുന്നു. പിന്നെ ഇവരിതേ ബോയ്സ് ഗ്യാങ് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് സംഭവം. പിന്നെ സജ്ജമാമൻ ബോട്ട് കരിമ്പിക്കുന്നു, ഡ്രൈവേഴ്സിൻ്റെ പാട്ടിനനുസരിച്ച് മാമനും അതുകൊണ്ടാണ് ഡാൻസൊക്കെ അകർത്താകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ബോട്ടിൽ അടിപൊളി കുറേ നാട്ടിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരോട് പറഞ്ഞിട്ട് നാട്ടിൽ ചെയ്യാം, വളരെ ഇഷ്ടമുള്ള പാട്ട് വയ്ക്കാം. പിന്നെ അവിടെ നാട്ടിൽ ചെയ്യുന്നു, പാടുമ്പോഴേക്ക് പാടാം, ഡാൻസ് കളിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ ബോട്ട് ഫുൾ നമുക്ക് വെച്ച് തന്നിട്ടാണ് കേട്ടോ. അങ്ങനെ അർജു നോക്കി എല്ലാവരും കൂടി വന്നു കളിക്കുന്നു വന്നു. നമ്മളെല്ലാവരും കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ വെച്ചു. അർജു പറഞ്ഞു ഞാൻ സ്റ്റെപ്പ് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അത് നോക്കി കളിച്ചാൽ മതി വന്നു. അവൻ്റെ ഫേവറേറ്റ് സിനിമയാണ് കേട്ടോ ആവേശം. ആവേശത്തിൻ്റെ ബിഗ് ഫാനാണ് അർജു. ഞാൻ കളിക്കുന്നു അതേപോലെ നോക്കി ഞാൻ കളിക്കണം. അങ്ങനെ എല്ലാ കുട്ടിപ്പട്ടണങ്ങളും ഓൺ ദി സ്റ്റേജ്. എൻ്റെ ഡാൻസ് നോക്കണ്ട, അത് കൂടെ ഡാൻസ്. ഞാൻ നേരെ എന്നെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. സൈഡ് പോകും. ഞാൻ അവർ കളിക്കട്ടെ കുറച്ച്, ക്യാമറ ഞാൻ വാങ്ങി അവർ കളിക്കട്ടെ കുറച്ച് വന്നു. അവർ കുറേ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും ഓണുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എല്ലാവരും വിളിച്ച് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഡാഡി ഓൺ ദ സ്റ്റേജ്. ഡാഡി കളിക്കുന്ന കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് കളിക്കാൻ ഒരു ആവേശം വന്നിരിക്കുന്നു. മാമൻ നടന്നിരിക്കുന്നു. അയ്യോ എല്ലാവരും കളി തുടങ്ങി. നൈസായിട്ട് എല്ലാവരും ട്രാക്കിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇനി മാമിമാരുണ്ട്, അമ്മമ്മ ഉണ്ട്. അവരൊന്നും ഇറങ്ങിയിട്ടില്ല. കൂടെ സര്യമാമനും ഇറങ്ങിയിട്ടില്ല. അവരെല്ലാവരും സ്റ്റേജിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെ കുറേ പാട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ അമ്മ അവിടെ ഇരുന്നിട്ട് എല്ലാവരോടും ഇറങ്ങും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അമ്മ ഇറങ്ങുന്നില്ല. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, നമ്മൾ അമ്മേനെ പിടിച്ചിറക്കണ്ടേ. അമ്മേനെയും പിടിച്ച് ഇറക്കുന്നുണ്ട്. നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓരോ പാട്ടിടാനെന്തോആണ് പാട്ടൊക്കെ മാറി ഇറക്കിയിരിക്കുന്നു. അമ്മ കളിക്കുന്നേ ഇല്ല. കൈ കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നേരെ അച്ഛനിലേക്ക് കൊടുക്കുന്നുണ്ട്. അവരെ കളിക്കുന്നു. അങ്ങനെ എല്ലാവരും കളിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ കളിക്കുന്നുണ്ട്. അമ്മമ്മക്ക് കളിക്കണമെന്നുണ്ട്. അമ്മമ്മ കളിച്ച് വരുമ്പോഴത്തേക്ക് ദേ പറയുന്നു മാമൻ വേണ്ട അമ്മമ്മ കളിപ്പിക്കണ്ട. സോ അപ്പം നമ്മളെന്ത് ചെയ്തു, നേരെ പിടിച്ച് ഡ്രൈവറെ സീറ്റിൽ കൊണ്ടുപോയി സീറ്റ് ബോട്ട് ഓടിക്കുന്നു. ഡാൻസ് കളിച്ചില്ലെങ്കിൽ എന്താ ബോട്ട് ഓടിക്കും അങ്ങനെ പറഞ്ഞത്. ബോട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കായൽ വരുന്നത്. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു മഴക്കാറും സൺസെറ്റിൻ്റെ ഒരു ടൈം ഒരു 6:30 7 മണിയാവുന്നു. 7 ആയില്ല, 6:45 7ൻ്റെ ആ ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ക്ലൈമറ്റ്, നല്ല കാറ്റും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു. ആ മഴക്കാറുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 1 ഹവറുള്ള ഒരു ട്രിപ്പ് വന്നിട്ട് ഹാഫ് ആൻ അവർ മാത്രമേ, ഹാഫ് ആൻ അവറല്ല 30 മിനിറ്റ്സ്, ഹാഫ് ആൻ അവർ
ഹാഫ് ആൻ അവർ കുറച്ചും കൂടി ഉണ്ടായിരിക്കും. കറക്റ്റ് 1 അവർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ അമ്മ ഡ്രൈവ് ചെയ്യാൻ പോകുന്നു. മുന്നിൽ പോകുന്ന സമയത്ത് സൈഡ് കാണുന്നില്ല, ഫ്രണ്ടിലോട്ട് കാണുന്നില്ല എന്നാണ്. പിന്നെ അതേ മാമ വന്നിട്ട് ഓള വന്നിട്ടുണ്ടാകുമ്പോൾ ഇവർ രണ്ടാളും നല്ല കൗണ്ടറാക്കും. രണ്ടാളല്ല, അതേ മാമനും മാമിയും എല്ലാവരും കൗണ്ടർ തന്നെ. കൗണ്ടർ കിങ്സ് ആണ് എല്ലാവരും. അങ്ങനെ അമ്മ കഴിഞ്ഞു. പിന്നെ അതേ നെക്സ്റ്റ് ആൻ്റെ മാമൻ കയറിയിരിക്കുന്നു ഡ്രൈവർ സീറ്റിലോട്ട്. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും ഫ്രണ്ടിലെത്തി. കൗണ്ടർ അടിക്കുന്നുണ്ട്, കൊണ്ടുപോയിരിക്കുന്നുണ്ട്. അങ്ങോട്ടോട്ടു ഇങ്ങോട്ടോട്ടു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, കപ്പിൾ ഡാൻസ് എന്ന് പറയാം, ഫാമിലി ഡാൻസ് ആണ്. മാമനും മാമിയും മക്കളും ആദ്യം മാമനും മാമിയും തുടങ്ങി. പിന്നെ മക്കൾ 3 ആളും കൂടി ജോയിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ അവർ 5 പേരും കൂടി ഒരു ഡാൻസ് കളിക്കുന്നു. റൗഡി ബേബിയാണ് കേട്ടോ ഇത്. കപ്പിൾ ഡാൻസ് ആയിട്ട് ആദ്യ മാമനും രേഷ്മ മാമിയും കൂടി അവരെ മാമൻ്റെ ഓഫീസിലൊരു പ്രോഗ്രാം ഉണ്ടായപ്പോൾ അവിടെ കളിച്ച ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത്, റൗഡി ബേബി. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കുറച്ച് മുന്നേ കളിച്ചത്. അപ്പോൾ അറിയുന്ന ആ ഒരു ഓർമ്മയുള്ള ഒരു സ്റ്റെപ്പ് കെട്ട് വന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ രണ്ടാളും. ഇവർ രണ്ടാളും കളിച്ചപ്പോൾ മറ്റേ 2 മക്കൾ അദ്ദേഹം നോക്കിയിരിക്കുന്നു. നേരെ പിടിച്ച് അവരെടുത്ത് ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു 5 ആളും കൂടി തകർപ്പൻ ഡാൻസ് ആയിരുന്നു റൗഡി ബേബി. ലെറ്റ്സ് വാച്ച്. നിങ്ങൾ കാണാം കേട്ടോ അവരുടെ ഡാൻസ് വന്നിട്ട് വരും. അങ്ങനെ ഞങ്ങൾ മാത്രം കളിച്ചത് റെഡിയാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ അഞ്ചമാമൻ വിളിച്ചിറക്കിയിരിക്കുന്നു. സജീവനാണെന്ന് അഞ്ചമാമൻ വെറുതെ ഇരുന്ന് ക്ലാപ്പ് അടിക്കുന്ന 2 ആൾക്കാരെ പിടിച്ചിട്ട് ഗ്രൗണ്ടിൽ ഇറക്കിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ വെറുതെ ഇരിക്കണ്ട, കളിക്കൂ. ഇതേ അഞ്ചുമാമി വീണ്ടും നേരേക്ക് വരും. അപ്പോൾ അഞ്ചുമാമി പിടിച്ച് താഴെ കളിക്കൂ. സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ല, കളിക്കൂ എന്ന് പറഞ്ഞത് സജീവനാമൻ കൈ വെച്ച് ഡാൻസ് പഠിപ്പിച്ചിരിക്കുന്നു. Rowdy baby. കുറച്ച് നേരത്തെ അഞ്ചുമാമി വീണ്ടും സീറ്റ് പോയിരിക്കുന്നു. ആൻറ്റി ശ്രീകുട്ടി, അഞ്ചുമാമി, അമ്മമ്മ ഇവർ മാത്രം ഡാൻസ് കളിക്കാത്തുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും സ്റ്റേജിൽ ഇറങ്ങി കളിച്ച് കഴിഞ്ഞിട്ട് അതെ ഉമ്മായത് വീഡിയോ എടുത്ത് ഞങ്ങൾ കളിക്കുന്നു. ബേബി അങ്ങനെ ഡാൻസ് കഴിഞ്ഞു. അങ്ങനെ കളിച്ച് അടിപൊളിയായി കളിച്ചു. പിന്നെ പതിയെ എല്ലാവരും സ്റ്റേജിലൂടെ ഇറങ്ങിട്ടോ. അച്ഛനിറങ്ങി, ഞാനിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ബാക്കി പരിപാടിയുണ്ട്. ബാക്കി കഴിഞ്ഞു ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ
ഇതൊക്കെയാണ് ഇവിടെ ബോട്ട് റൈഡിൽ വരുന്നത്. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, നൈറ്റ് ആയപ്പം ലൈറ്റ് ഫുൾ ഓൺ ആയപ്പം സൂപ്പർ റെഡി. നമ്മൾ കയറിയ സ്ഥലം എത്താനായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, 1/2 hour നമുക്ക് കിട്ടുള്ളൂ. 1 hour ഫുൾ കംപ്ലീറ്റ് ആയില്ല. ഇതേ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും എനർജി കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാമന്മാർ 2 ആളും അച്ഛനും അമ്മയും. അമ്മ പിന്നെ കുറച്ച് കളിക്കും, പിന്നെ അടിയിരിക്കും. എൻ്റെ മാമി കുട്ടൂസ് എല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പം ഞാനും കയറി കളിച്ചു. ഇവരിങ്ങനെ കളിക്കാതിരിക്കുന്നു. ഇങ്ങനെ കൈയും കാലും അങ്ങനെ വെറുതെ ഇരിക്കില്ലല്ലോ. സോ ഞാനും കയറി കളിച്ചില്ല. അത് എത്താനായപ്പോഴാട്ടോ നമുക്കൊരു എനർജി വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ബോട്ട് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ കയറിയ സ്ഥലത്തെത്തിട്ട് പെട്ടെന്നെത്തി. അച്ഛനും കളിക്കുന്നു, ഞാൻ അച്ഛൻ്റെ കളിക്കുന്നു. സ്റ്റെപ്പൊന്നുമില്ല, തുമ്മ തുള്ളി കളിക്കുന്നു. നല്ല രസമില്ലേ കാണാൻ ലൈറ്റൊക്കെ. രാത്രിയും കൂടി ആയപ്പോൾ ബോട്ടിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ പോകും. നല്ല വൈബല്ലേ. പിന്നെ അടിപൊളി മ്യൂസിക്കും. രേഷ്മാമി ചൂണ്ടിക്കാണിക്കുന്ന ആരെയാണെന്ന് വിചാരിക്കണ്ട, ഞാൻ അർജുൻ കളിക്കുന്നതെന്ന്. ഞങ്ങൾ 2 ആളും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ മോട്ടി വന്നു. അപ്പം മോട്ടി മുൻകൂട്ടി ഞങ്ങൾ 3 ആളും കൂടി കളിച്ചു. അച്ഛൻ കളിക്കുന്നു. അപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വലിയ സ്റ്റാൻഡപ്പ് ഇറങ്ങാൻ നോക്കാം. അങ്ങനെ ചാടി കറങ്ങിപ്പോയി. വീഴാൻ പോകുന്നതെന്ന് അനുസരിച്ച് ചാടി പിടിച്ചു. പോലും ഉണ്ടായിട്ടില്ല. അടുത്തൊക്കെ എൻ്റെ ഡാൻഡ് വെഡിങ്ങിന് കളിക്കാമെന്ന് പറഞ്ഞ അഞ്ചുതാണ്. അടുത്ത പ്രോഗ്രാം വരുന്ന കല്യാണമാണ്. അപ്പം കല്യാണത്തിന് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു അഞ്ചു മാമി. അതാണ് മാമി ലാസ്റ്റ് പറയുന്നത്. ശ്രദ്ധിച്ചാൽ കേട്ടോ, മനസ്സിലാക്കും. ഇതാണ് ഇപ്പം ബോട്ട് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചുറ്റി കറക്കി കാണിച്ചതാണ്. അങ്ങനെ എല്ലാവരും ഇറങ്ങി. ആ ഒരു പാക്കറ്റ് ലവ് ബൈറ്റ്സിൻ്റെ ഒരു ബിസ്ക്കറ്റ് ബാക്കിയുണ്ട് കേട്ടോ. കഴിക്കണോ എന്ന് പറഞ്ഞിട്ടില്ല, ചെക്കുന്നൊന്നും അറിയില്ല. ഒരു ബിസ്ക്കറ്റ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് കഴിച്ച് കുറച്ച് വെള്ളത്തിൽ കഴിച്ച് നൈസായിട്ടായിരുന്നു. ഇറങ്ങാൻ പോയപ്പോഴാണ് ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ ടൈറ്റാനിക് പറഞ്ഞത്. സോ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പക്ഷെ അത് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് കിട്ടുകൊണ്ട് ഈ ഫോട്ടോസൊക്കെ ലാസ്റ്റ് കാണിക്കാം. അപ്പം റൈഡെല്ലാം കഴിഞ്ഞു. എല്ലാവരും കേട്ടോ. ബോട്ട് അടിപൊളി സ്ഥലം, നല്ല റൈഡ് കഴിഞ്ഞിട്ടോ. നമ്മൾ കുറച്ച് വെള്ളവും പാക്കറ്റൊക്കെ വാങ്ങിയിട്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് പോകണേ. അപ്പോൾ ഓക്കെ, നമ്മൾ കാണുന്നുണ്ടോ ഗൈസ്? ഇരുടായി. നമ്മൾ 3 കാറിനാട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. 3 കാറല്ല, 2 കാറും ഒരു ഓട്ടോയും ആയിട്ടോട്ടോ വന്ന്. അതാ ഒന്ന് അവിടെ ഉണ്ട് ഹോണ്ട സിറ്റി. പിന്നെ അവിടെ ഒരു നാനോ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഓട്ടോ നമ്മൾ റൈഡൊക്കെ എങ്ങനെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു? ഓക്കെ, ഇതാട്ടോ നമ്മൾ റിസോർട്ട് ബോട്ടിങ് എല്ലാം കഴിഞ്ഞ് ഒരു കാറതാ നമ്മൾ ഓട്ടോയിൽ നമ്മൾ തിരിച്ചു പോവാണേ. ബൈ 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 പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. എന്താ പറഞ്ഞോളി. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് തിരികെ വരുന്നത് വരെ ബൈ ബൈ. ഇതാണ് അവൻ്റെ കാർഡ്. അതിൽ 3 നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി.